ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വസ്ട്രാഫിക്, അതായത് സ്വീഡനിലെ പബ്ലിക് ട്രാൻസ്പോർട്ടായ വസ്ട്രാഫിക്കിനെ പറ്റിയാണ്. അത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് വന്ന ഉടനെ നമുക്ക് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ച് നല്ലതായിരിക്കും. ഞാനിത് സ്ക്രീൻ റെക്കോർഡുകൾ കാണിച്ചു തരാം. അതായത് നമ്മൾ ഇവിടെ വന്നിട്ട് ടാക്സിയോ എങ്ങനെ വരണമെന്ന് ചിന്തിക്കുന്നവർക്കുള്ളൊരു എളുപ്പ വഴിയാണ് വസ്ട്രാഫിക്. ഇവിടെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. ഓരോ സ്ഥലത്ത് ഓരോന്നാണ്. ഞാനിപ്പോൾ ഗോതമ്പറി സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വസ്ട്രാഫിക്കാണുള്ളത്. അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ പേരാണ് വസ്ട്രാഫിക്. ഓക്കെ, ഞാൻ അത് കാണിച്ചു തരാം. സിമ്പിളാണ്. വസ്ട്രാഫിക്ക് ജസ്റ്റ് നമ്മൾ പ്ലേ സ്റ്റോറോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറോ കയറി വസ്ട്രാഫിക്ക് ഓപ്പൺ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. ബൈ ടിക്കറ്റ്, സോൺ എ ബി സി 3 സോണാണ്. ഞാൻ സോണിൻ്റെയൊക്കെ അത് സെപ്പറേറ്റ് ഇടാം. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കിപ്പോൾ പോവേണ്ട സ്ഥലം മാപ്പിൽ സെർച്ച് ചെയ്യുക. ഈസി വഴി ഞാൻ പറഞ്ഞത്, നമുക്ക് ആ ലൊക്കേഷൻ അറിഞ്ഞൂടാ. ആകെ ജസ്റ്റ് നമ്മളുടെ ഇപ്പോൾ എല്ലാവരും അപ്പാർട്ട്മെന്റ് എടുക്കുമ്പോഴത്തേക്ക് അവർ ജസ്റ്റ് വീടിന്റെ അപ്പാർട്ട്മെന്റ് ജസ്റ്റ് ആക്കി അയച്ചു തരുന്നത്. ഒന്നിലത് ട്രിപ്പ് എടുക്കുക, സെർച്ചിൽ പോവുക, ആ ലൊക്കേഷൻ കോപ്പി പേസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ നമുക്ക് കറക്റ്റ് നമ്മൾ ഏത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടതെന്ന് അവർ തന്നെ പറയും. ഇല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ചെയ്തിട്ട് ആ ബസ് സ്റ്റോപ്പിന്റെ പേര് നമുക്ക് അടിച്ചാൽ മതി. എളുപ്പം അസ്ട്രാഫിൽ കൂടെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അടുത്ത ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഒരു ടിക്കറ്റ് ഒരു സോൺ എ ബി സി സോൺ എ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 90 മിനിറ്റ്സ് നമുക്ക് അതിൽ യാത്ര ചെയ്യാം. 90 മിനിറ്റ്സിൽ ഈ സോണിനകത്തുള്ള എല്ലായിടത്തും നമുക്ക് പോകാം. ഏത് ബസ് വേണമെങ്കിലും, ബസ്, ട്രാം എല്ലാത്തിലും കയറാം, ട്രെയിനിലും കയറാം. സോണിന്റെ ഞാനൊരു മാപ്പുമായിട്ട് ഇട്ടിരിക്കാം. ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ സോൺ, പിന്നെ സോണ് എ ബി സി, എ ബി സി ഇങ്ങനെ 3ആയിട്ടും നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. മാക്സിമം നമ്മൾ ഫസ്റ്റ് ദിവസം വരുമ്പോഴത്തേക്ക് ഡെയിലി ടിക്കറ്റ് എടുക്കുന്നതൊക്കെ മാക്സിമം മന്ത്ലി പാസ് എടുക്കാൻ നോക്കുക. അപ്പോഴത്തേക്ക് ഒരു മാസത്തേക്ക് നമുക്ക് എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് യാത്ര ചെയ്യാം. ഈ 3ലും ട്രെയിന്, ട്രാം, ഫെറിയും ഉണ്ട്. ഫെറിയിലും യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വസ്ട്രാഫിക്ക് നമ്മുടെ നാട്ടിലെ കാർഡ്, അതായത് ഫോറക്സ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. വേറെ സ്ഥലമുണ്ട്. ഇപ്പം ഹാംസ്റ്റഡ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റുന്ന ഒരു ശ്രദ്ധയ്ക്കാണ്, അവർക്ക് ഇവിടത്തെ കാർഡേ വർക്കാവും ചില ആ ആപ്പിൽ. മീൻസ് ചില ഫോറസ്റ്റ് കാർഡ് എടുക്കില്ല. അതുകൊണ്ട് മാക്സിമം ഇവിടെ തന്നെ അക്കൗണ്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് അവിടുത്തെ മന്ത്ലി പാസോ അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാനേ പറ്റൂ. ഡെയിലി ടിക്കറ്റ് എടുക്കാനും പറ്റില്ലെന്ന് തോന്നുന്നു. അവരെ കാർഡ് ആഡ് ആവില്ല. നമ്മൾ ഇവിടെ വരുമ്പോൾ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നവർക്ക് എളുപ്പമായിരിക്കും. സ്വിഷ് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് വസ്ട്രാഫിക്കിൻ്റെ ബെനിഫിറ്റ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ എൻ്റെ ഇത് കാണിക്കില്ല. എൻ്റെ QR കോഡ് ഞാൻ ഇപ്പോൾ മന്ത്ലി പാസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കാണിക്കില്ല സോണെ. അതുമല്ലാതെ നമുക്ക് അതിൽ ബ്രിങ് യുവർ യൂത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ മാക്സിമം 3 യൂത്ത് വരെ പറ്റും. യൂത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് 7 to 19 ഇയേഴ്സ് ആണ്. അവരെ കൊണ്ടുവരാൻ പറ്റും. അത് നമുക്ക് മന്ത്ലി പാസ് ഉണ്ടെങ്കിൽ ഓരോ 90 മിനിറ്റ് കഴിയുമ്പോൾ റീആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ. ബട്ട് ബെനിഫിറ്റ് ആണ്. നമുക്ക് കുട്ടികളെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം നമുക്ക് പാസ് ഉണ്ടെങ്കിൽ. ഇതൊക്കെ തന്നെയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.